ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ ആന്യെ തന്നെ കണ്ടുപിടിക്കുകയാണ്. അവന്തികയ്ക്ക് എന്തൊക്കെയോ തകരാറുകളുണ്ടെന്നും അവന്തിക ജ്വല്ലറി ഒറ്റ കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്നും ഒക്കെ അത് ആദർശിനെയും നയനയൊക്കെ അറിയിക്കുകയാണ്. അങ്ങനെ ആദർശവും നയനയും മാളവിക വഴി അന്വേഷണം നടത്തുകയും അങ്ങനെ അവന്തികയും അച്ഛൻ നാഗേന്ദ്രയുമാണ് ജ്വല്ലറിക്ക് പിന്നിലെന്നുള്ള വിവരം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ ഒക്കെ കൊണ്ടുവന്ന് നമ്മുടെ മാളവികയെ കാണിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ അതിനൊക്കെ ശേഷം നമ്മുടെ മുത്തശ്ശൻ്റെ മുമ്പിൽ ആദർശൻ്റെ ആ ഒരു സത്യസന്ധത തെളിയിക്കുന്നതിനും ആദർശനെ മുത്തശ്ശൻ ഒരുപാട് തെറ്റിദ്ധരിച്ച് വഴക്ക് പറഞ്ഞ് ഇറക്കി വിട്ടതിൻ്റെ ആ പ്രതികാരം തീർക്കുന്നതിനും ഒക്കെ ആയിട്ട് നയന മുത്തശ്ശൻ്റെ മുമ്പിൽ അവന്തികയെ ശരിക്കും അവന്തികയുടെ സ്വഭാവം വെളിപ്പെടുത്തുകയാണ്. എല്ലാ കള്ളങ്ങളും അവന്തികയും അച്ഛൻ നാഗേന്ദ്രയും കൂടിയാണ് ചെയ്തു കൂട്ടിയതെന്ന് നയന തന്നെ മുത്തശ്ശന് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനിയാണെങ്കിൽ ജ്വല്ലറിയിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് ആദർശേട്ടൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ. എന്നാലും അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പം എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഇവിടെ എന്തോ കൃത്രിമമൊക്കെ നടക്കുന്നുണ്ട്. ജ്വല്ലറിയിലെ കാര്യങ്ങളൊന്നും അങ്ങനെ കറക്റ്റായിട്ടൊന്നും അല്ല പോകുന്നത്. എന്തൊക്കെയോ വിവരങ്ങൾ എങ്ങോട്ടൊക്കെയോ പുറത്തേക്ക് പോകുന്നുണ്ടെന്നും രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട പല ഡീലുകളെ കുറിച്ചിട്ടുള്ള വിവരം ജ്വല്ലറി നേരത്തെ തന്നെ അറിയുന്നുണ്ടെന്നും ഒക്കെ എനിക്ക് തോന്നുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് അനി ഓഫീസിലേക്ക് കയറി വരുന്ന സമയത്ത് അനിയുടെ ക്യാബിനിൽ അനിയുടെ സിസ്റ്റത്തിൽ നിന്ന് എന്തോ മെയിലൊക്കെ അയക്കുകയാണ് ധൃതി പിടിച്ച അവന്തിക. അപ്പം ഇത് കണ്ടുകൊണ്ടാണ് അനി കയറി വരുന്നത്. അപ്പോൾ അനി അവന്തികയോട് ചോദിക്കുന്നുണ്ട്, അവന്തികെ എന്താ നീ ചെയ്യുന്നത്? എൻ്റെ സിസ്റ്റത്തിൽ നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അവന്തിക പെട്ടെന്ന് ഞെട്ടി എല്ലാം ക്ലോസ് ചെയ്ത് ഇറങ്ങാണ്. ഇല്ല, ഞാനൊരു കാര്യം ചെക്ക് ചെയ്യായിരുന്നു എന്ന് പറയാം. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, അല്ല നീ എൻ്റെ സിസ്റ്റത്തിൽ എന്തിനാണ് ചെക്ക് ചെയ്യുന്നത്? നിൻ്റെ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്താൽ പോരെ? എൻ്റെ ക്യാബിനിൽ ആവശ്യമില്ലാതെ കയറി മെയിൽ അയക്കാൻ നിന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഒരു പ്രധാനപ്പെട്ട മെയിലായിരുന്നു. ഇനി അനി താമസിച്ച് പോയാലൊന്നോർത്ത് ഞാനത് ചെയ്തതാന്ന് പറയുമ്പോൾ അനി പിന്നെയും വഴക്ക് പറയാം. ഇതിൻ്റെ ആവശ്യമില്ല അവന്തികയെ, നീ നിൻ്റെ ക്യാബിനിൽ ഇരിക്കണം. എൻ്റെ ക്യാബിനാണിത്, അതും മൂർത്തീസ് ജ്വല്ലറിയുടെ MDയുടെ ക്യാബിനാണിത്. ഇവിടെ ആദർശമായിട്ടിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. അത്രയൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇടപാടുകൾ നടത്തേണ്ട സ്ഥാനത്ത് ഞാനിരുന്ന് ജോലി ചെയ്യുമ്പം നീ ഇവിടെ ഞാനില്ലാത്ത സമയത്ത് കയറി എന്താ ചെയ്തതെന്ന് എനിക്കിപ്പോൾ അറിയണമെന്ന് പറയുമ്പം അവന്തിക പറയാം, ഇതിപ്പോൾ വല്ലാത്തൊരു കാര്യമായിപ്പോയല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ? വിചാരിച്ച് നോക്കി അറിയില്ല എനിക്ക്. ഞാനിവിടെ എന്ത് തെറ്റ് ചെയ്യാനാണ്? നമ്മുടെ ജ്വല്ലറിയെ എങ്ങനെയെങ്കിലും കരകയറ്റിക്കൊണ്ട് വരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇനിയിപ്പം എന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുത്തച്ഛനോട് ചെന്ന് പറ, അപ്പം മുത്തച്ഛൻ തീരുമാനങ്ങളൊക്കെ പറയും എന്ന് അനിയോട് പറയാണ്. അനി പറയുന്നുണ്ട്, സംശയം കൊണ്ടൊന്നും അല്ല, പക്ഷേ ഇതിനി ആവർത്തിക്കരുതെന്ന് പറയാണ് കേട്ടോ. അതേസമയം അവന്തികയ്ക്ക് അത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം തോന്നുകയാണ്. അവന്തിക നേരെ അച്ഛൻ നാഗേന്ദ്രയുടെ അടുത്ത് എത്തുന്ന സമയത്ത് നാഗേന്ദ്രയോട് പറയാണ്, അവനുണ്ടല്ലോ ആ അനി ആദർശിനേക്കാളും ഭീകരനാണ്. ആദർശം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പല കള്ളത്തരങ്ങളും ആ ക്യാബിനിൽ കയറി ചെയ്തിട്ടുണ്ട്. ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ അവൻ്റെ ക്യാബിനിൽ കയറി പ്രധാനപ്പെട്ട ചില മെയിലുകൾ ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവൻ കയറി വരികയും എന്നോട് സംശയത്തോടെ ചോദ്യങ്ങൾ ചോദിക്കുകയും ഇനി മേലെ ഇത് ആവർത്തിക്കരുതെന്ന് താക്കീത് തരികയൊക്കെ ചെയ്തെന്ന് പറയാണ്. അപ്പോൾ നാഗേന്ദ്ര പറയാണ്, അതെ, ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണെങ്കിലും അവനാണ് ഏറ്റവും വലിയ വിഷവിത്ത് എന്ന് പറയാണ്. അപ്പം അവന്തികയെ പറയുന്നുണ്ട്, അതെ അതെ, അവനാണ് ആ വിഷവിത്ത്. അവനിപ്പോഴും ആ നയനയുടെ അനിയത്തി നന്ദുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് പെറുക്കി നടക്കുകയാണ്. പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല. ഈ അവന്തിക ജീവിച്ചിരിക്കുമ്പം അനി ആ നന്ദുവിനെ വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയാണ്. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ അനന്തപുരി തറവാട്ടിലുള്ളവരെല്ലാം ദുരന്തം അനുഭവിക്കണം. എല്ലാവരും ദുരിതപ്പെടുന്നത് എനിക്ക് കാണണം എന്ന് പറയണം. നീ ഇനിയും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം എന്ന് പറയുമ്പം അവന്തിക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവന് ചില സംശയങ്ങളൊക്കെ കാണും, സൂക്ഷിച്ചും കണ്ട് മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അതേസമയം അനി വീണ്ടും ഇതൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പം പല മെയിൽസും ഒക്കെ ജ്വല്ലറിയിലൂടെയൊക്കെ ഫോർവേഡായിട്ടിരിക്കുന്നതും പലതും വേറെ പല ഐഡികളിലേക്കൊക്കെ പോയിരിക്കുന്നതായിട്ടൊക്കെ അനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അനി അതിനുശേഷം ആദർശിനെയും നയനെയും കാണാനായിട്ട് പോവാണ് കേട്ടോ. അവളെ ചെന്നിട്ട് ആദർശിനോടും നയനയോടും പറയുന്നുണ്ട്, അത് ജ്വല്ലറിയിലെ ചില തിരിമറികളിലൊക്കെ നടക്കുന്നുണ്ട് ആദർശേട്ടാ. ചുമ്മാതല്ല നമ്മുടെ ഡീലുകളെക്കുറിച്ചും നമ്മുടെ ജ്വല്ലറിയിലെ ഓരോ നീക്കങ്ങളെക്കുറിച്ചിട്ടും നമ്മുടെ ബിസിനസ് പ്ലാനുകളെക്കുറിച്ചിട്ടും പുറത്തുള്ളവരൊക്കെ അറിയുന്നത്. പ്രത്യേകിച്ച് ജ്വല്ലറി അതിനായിട്ട് ആരോ ചാരന്മാരെ അവിടെ വച്ചിട്ടുണ്ട്. ശരിക്കും എല്ലാ വിവരങ്ങളും പുറത്തു പോകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ആദർശേട്ടാ അത് പറയാണ്.
അപ്പം ആദർശ് പറയാണ്, നീ മനസ്സിലാക്കിയത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ ചതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് യാതൊരു രക്ഷയുണ്ടാവില്ല അനി. അതുകൊണ്ട് നീ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പം അനി പറയാ, ആദർശേട്ടാ ഒരു കാര്യം ഞാൻ പറയട്ടെ, ആ അവന്തികയില്ലേ അവളെ എനിക്ക് നല്ല സംശയം ഉണ്ട് എന്ന് പറയാണ്. അപ്പം നയന ചോദിക്കുക, അവന്തികയോ? അവന്തിക അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല നീ. അപ്പച്ചിയുടെയും അബിയുടെയും ഒന്നും സ്വഭാവമല്ലല്ലോ അവന്തികയ്ക്ക്. അവൾ നല്ല രീതിയിലാണ് വീട്ടിൽ നിന്നത്, എല്ലാവരോടും നല്ല സ്നേഹത്തോടാണ് പെരുമാറിയത്. അപ്പച്ചിയെയും അബിയൊക്കെ എതിർക്കുകയും ചെയ്തു, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവളെ അംഗീകരിക്കുകയും ചെയ്താണ്. ആ കുട്ടി അങ്ങനെയൊന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാം. അപ്പോൾ ആദർശം പറയാം, ശരിയാ, നീ അവന്തികയെ സംശയിക്കുന്നതിന് മുമ്പ് ഒരു 2 വട്ടം ആലോചിക്കണം. ഒറ്റ പ്രാവശ്യം ആലോചിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ അനി പറയാ, എനിക്ക് സംശയമുള്ളത് വേറൊന്നും കൊണ്ടല്ല. ഒരു ദിവസം ഞാൻ വന്നപ്പം എൻ്റെ ക്യാബിനിൽ കയറി അവൾ എന്തൊക്കെയോ പേപ്പേഴ്സ് എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു. അതിനുശേഷം ഒരു ദിവസം വന്നപ്പം എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് എന്തോ മെയിലുകളൊക്കെ ചെക്ക് ചെയ്യായിരുന്നു അവൾ. അതോടുകൂടി ഞാൻ ചോദിച്ചപ്പം അവൾക്ക് എന്നോട് ദേഷ്യമാകുകയും അവൾ എന്നെ എതിർക്കുകയും ഒക്കെ ചെയ്തു. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ മുത്തശ്ശനോട് തന്നെ പറഞ്ഞേക്കാനാണ് അവൾ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ അത് നീ സൂക്ഷിക്കണം. കാരണം നീ ഒരു MDയുടെ കസേരയിലാണ് ഇരിക്കുന്നത്. ആ MDയുടെ ക്യാബിനിൽ ആവശ്യമില്ലാതെ ആളുകൾ കയറി എന്തെങ്കിലും വിവരമൊക്കെ ചോർത്തുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ അവന്തികയായാൽ പോലും അത് ചെയ്യാൻ പാടില്ല എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ നിനക്ക് എന്തെങ്കിലും പരാതി അവന്തികയെ കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ മുത്തശ്ശനോട് പറയണം അനിയെന്ന് പറയണം. അപ്പം അനി പറയുന്നുണ്ട്, അത് ഞാൻ തീരുമാനിച്ച കാര്യം തന്നെയാണ്, മുത്തശ്ശനെ ഇത് അറിയിക്കുന്നുണ്ട് എന്ന് പറയണം. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിയുമ്പം അനന്തപുരിയിൽ വെച്ച് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് അനി മുത്തശ്ശനോടായിട്ട് പറയാണ്, മുത്തശ്ശ, ഞാനിപ്പോൾ ആദർശമായിട്ട് ഇരിക്കുന്ന കസേരയിൽ ഇരിക്കുകയാണ്. മൂർത്തീസ് ജ്വല്ലറിയുടെയും കമ്പനികളുടെയും ഒക്കെ MD ആയിട്ടാണ് എൻ്റെ സ്ഥാനം. പക്ഷേ ആ ഒരു വില എനിക്ക് ആരും അവിടെ തരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥാനത്തിരിക്കാൻ ഞാൻ യോഗ്യനല്ലല്ലോ. അല്ലെങ്കിലും എനിക്കതിനോട് വലിയ താല്പര്യമില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. പലരും നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് മുത്തശ്ശൻ ഞാനതവിടെ ഇരുന്നതെന്ന് പറയാം. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ എന്താ ഉണ്ടായത്? നീ അവിടെ ഇരിക്കുന്നതിന് ആർക്കാ താല്പര്യക്കുറവ്? ആരാ നിന്നെ അനുസരിക്കാത്തത്? നമ്മുടെ ഏതെങ്കിലും സ്റ്റാഫ് അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ നീ പറഞ്ഞു വിടണമെന്ന് പറയാണ്. അപ്പോൾ അനി പറയുക, സ്റ്റാഫല്ല, ഈ വീട്ടിലുള്ളവർ തന്നെയാണ് എന്ന് പറയുമ്പം മുത്തശ്ശനും ജയനും അജയനും ഒക്കെ അന്തം വിട്ടിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പം അനി പറയുന്നുണ്ട്, മറ്റാരുമല്ല, അവന്തികയാണ് എന്ന് പറയാണ്. അപ്പം മുത്തശ്ശൻ ചോദിക്കുക, അവന്തികയോ? അവന്തിക എന്താ നിന്നെ അനുസരിക്കാതിരുന്നത്? അവൾ ചെറിയ കുട്ടിയല്ലേ, അവൾ നമ്മുടെ വീട്ടിലെ അംഗം തന്നെയല്ലേ. എന്തെങ്കിലും കുറുമ്പുതരമൊക്കെ കാണിച്ചിട്ടുണ്ടാവും, അത് നീ കണ്ടില്ല എന്ന് നടിക്കണം അനി. എല്ലാത്തിനും ഇങ്ങനെ ദേഷ്യമായിട്ട് ഇരിക്കരുതെന്ന് പറയാം. അപ്പോൾ അവന്തിക പെട്ടെന്ന് അവിടുന്ന് ചാണി എണീറ്റിട്ട് പറയാം, മുത്തശ്ശ വെറുതെ പറയുന്ന അനി, ഞാൻ അനിയെ അനുസരിക്കാതൊന്നും ഇരുന്നിട്ടില്ല. ഒരു ദിവസം അനിയുടെ ക്യാബിനിലൊന്ന് കയറി എന്നുള്ളത് സത്യമാണ്. അത് പിന്നെ എന്നെ നല്ല സംശയം എനിക്ക്. ഞാൻ അവിടെ എന്തോ കളവ് കാണിക്കാൻ കയറിയതാണെന്നുള്ളത് ചിന്തയാണ്. ആദർശേട്ടന് പോലും അങ്ങനെ ഒരു സംശയം എന്നെ ഇല്ലായിരുന്നു. ഇതിപ്പം എന്നെ ഭയങ്കര സംശയമാണ്. അത് പിന്നെ എന്നും എന്നെ സംശയത്തോടാണ് അനി നോക്കുന്നതെന്ന് പറയാം. അപ്പോൾ അനി പറയാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ക്യാബിനിൽ കയറി പേപ്പറുകൾ എടുക്കുകയും മെയിൽ ഫോർവേഡ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട കാര്യം അവന്തികയ്ക്കില്ല. അതുകൊണ്ട് തന്നെയാണ് മുത്തച്ഛൻ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ കാലത്ത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആഹാ, ഇത്രയും വലിയ പ്രശ്നമൊക്കെ ആയോ? അവന്തിക മോള് എന്ത് ചെയ്യാനാനി? നീ ഇങ്ങനെ എല്ലാ സംശയത്തോടെ കാണാതെ. അവൾ നിൻ്റെ ക്യാബിനിലൊന്ന് കയറിയിട്ടുണ്ടാവും, പക്ഷേ ഇനി മോള് കയറില്ല. നിൻ്റെ അനുവാദം ഇല്ലാതെ ഇനി അവൾ കയറില്ല അല്ലേ മോളെ എന്ന് ചോദിക്കുക. എൻ്റെ പൊന്ന മുത്തശ്ശ, ഇനി ഞാൻ അനിയുടെ അനുവാദം ഉണ്ടായപ്പോഴും ആ ക്യാബിനിലേക്ക് കയറുന്നില്ലേ എന്ന് പറയണം. അങ്ങനെ ആ പ്രശ്നമൊക്കെ അവിടെ ഒതുക്കി തീർത്ത് വിടുകയാണ്. അതേസമയം ആദർശനും നയനയ്ക്കും അവന്തികയെ ഒരു ചെറിയ സംശയമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതേസമയം മാളവിക കളക്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. അതിനായിട്ട് നമ്മുടെ ഡേവിഡ് വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ മാളവികയെ. എന്നിട്ട് മാളവികയോട് പറയുന്നുണ്ട്, വിഷു അടുക്കാറായി, നമ്മുടെ കളക്ഷൻസിൻ്റെയൊക്കെ കാര്യം നല്ല രീതിയിൽ തന്നെ ചെയ്യണം എന്ന് പറയാം. അപ്പം മാളവിക പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഞാൻ വളരെ നന്നായിട്ട് തന്നെ ചെയ്യുമെന്ന് പറയുമ്പം ഡേവിഡ് പറയാണ്, വേറൊരു കാര്യം കൂടി എനിക്ക് മാളവികയോട് പറയാനുണ്ട്, അല്പം രഹസ്യമാണ് കാര്യം എന്ന് പറയാണ്. അപ്പോൾ മാളവിക ചോദിക്കുക, എന്താ സാർ, എന്താ? അല്ല, ഒഫീഷ്യലായിട്ടുള്ള കാര്യം തന്നെയാണ്. മാളവിക കളക്ഷൻസിൽ ചില കളക്ഷനുകളൊക്കെ ഉൾപ്പെടുത്തേണ്ടത് വേറെ ചിലരുടെ കൂടി അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ടാണ്. ഞാൻ മാത്രമല്ല ഇതിലൊക്കെ തീരുമാനം എടുക്കുന്നതെന്ന് പറയുക. അപ്പം മാളവിക ചോദിക്കുക, അതെന്താ സാർ തീരുമാനമെടുത്താൽ പോരെ? സാറല്ലേ ഇവിടുത്തെ MD. ഇനിയിപ്പം ചീഫ് ഡിസൈനറോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഡേവിഡ് പറയാണ്, ഉണ്ട്, ഒരു ചീഫ് ഡിസൈനറുണ്ട് എന്ന് പറയാണ്. അതുപോലെ തന്നെ എൻ്റെ മുകളിൽ മറ്റൊരാൾ കൂടിയുണ്ട്. ഉള്ള സത്യം മാളവികയോട് പറയാമല്ലോ, ഞാൻ ഈ കമ്പനികളുടെ MD ഒന്നും അല്ല, വേറെ ഒരു ബിനാമി മാത്രമാണ്.
എനിക്ക് മുകളിൽ ആളുകളുണ്ട്, അവരുടെ കൂടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ടുള്ള ഡിസൈനുകളാണ് മാളവിക തയ്യാറാക്കേണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ മാളവിക ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ സാർ പുറത്തവർ ഇറങ്ങാതിരിക്കുന്നത്? എല്ലായിടത്തും അറിയപ്പെടുന്ന എ ജ്വല്ലറിയുടെ MD സാറാണ്, ഡേവിഡ് സാറ്. അങ്ങനെയുള്ളപ്പം വേറെ ചിലരൊക്കെ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് പറയുമ്പം അവരെന്താ സാർ മറഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ഡേവിഡ് പറയാണ്, അത് വേറൊന്നും കൊണ്ടല്ല, കുറച്ച് രഹസ്യങ്ങളൊക്കെ ഉണ്ട്, അവർക്കിപ്പം പുറത്ത് വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവർക്ക് ചെയ്ത് തീർക്കാനായിട്ട് കുറച്ചധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നത് വരെ അവർ മറഞ്ഞിരിക്കുക തന്നെ ചെയ്യും. അല്ല, മാളവിക ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മാളവിക ഇവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രമാണ്. ഇവിടുത്തെ മറ്റ് സ്റ്റാഫുകൾക്ക് ഇങ്ങനൊരാളുള്ള കാര്യം പോലും അറിയില്ല. അങ്ങനെയുള്ളപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മാളവിക ഒഴിവാക്കണം എന്ന് ഡേവിഡ് പറയാണ്. അപ്പം മാളവിക പറയുന്നുണ്ട്, സോറി സാർ, ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സാറിനോട് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ ഡേവിഡ് പറയണം, അടുത്ത ദിവസം തന്നെ മാളവിക കുറച്ച് ഡിസൈൻസൊക്കെ സെലക്ട് ചെയ്ത് തയ്യാറാക്കിക്കൊണ്ട് വരണം. ആ ഡിസൈനുകളൊക്കെ നമ്മുടെ മുകളിലുള്ള ആളുകളെയും ഒരു ചീഫ് ഡിസൈനറിനെയൊക്കെ കാണിച്ചിട്ട് വേണം അവരുടെ കൂടി അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞ് നമുക്ക് ഓർണമെൻറ്റ്സ് ആക്കാനായിട്ട്. ഇനിയിപ്പം നമുക്ക് അധിക സമയമൊന്നുമില്ല. നയനാസ് കളക്ഷൻസ് അവരിറക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ മാളവിക കളക്ഷൻസിന് പിടിച്ചു നിൽക്കണം എന്ന് പറയാണ്. അപ്പം മാളവിക പറയുന്നുണ്ട്, അത് ശരിയാ സാർ, അവരിപ്രാവശ്യം നയനാസ് കളക്ഷൻസിൽ വലിയ ബലമൊന്നും കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പ്രധാനമായിട്ടും ജ്വല്ലറിയുടെ തകർച്ച, പിന്നെ MD സ്ഥാനത്ത് നിന്ന് ആദർശ് സാറ് മാറി, അനിയാണിപ്പോൾ MD സ്ഥാനത്തിരിക്കുന്നത്. അനിയെ കൊണ്ട് അതൊന്നും നടക്കുമെന്ന് തോന്നുന്നുമില്ല. പിന്നെ നയന ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഡിസൈനിങ്ങിലൊന്നും വലിയ താല്പര്യം കാണിക്കാനും ഒന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നയനാസ് കളക്ഷൻസ് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ മാളവിക കളക്ഷൻസ് മുന്നിലേക്ക് കയറുകയും ചെയ്യുമെന്ന് പറയാണ്. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം, മൂർത്തീസ് ജ്വല്ലറിയെ തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളത് എന്ന് പറയാം. അങ്ങനെ തിരിച്ചു വരികയാണ് നമ്മുടെ മാളവിക വന്ന് ആദർശിനോടും നയനയോടും ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആദർശ് പറയാണ്, നമ്മുടെ സംശയം ഒട്ടും തെറ്റല്ലാതായി മാറിയിരിക്കുകയാണ്. ഈ പറയുന്ന ഡേവിഡ് ഒരു ഡമ്മി മാത്രമാണ്. ഡേവിഡിന് പുറകിൽ മറ്റാരെങ്കിലും ഉണ്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ വിചാരിച്ചതാണെന്ന് പറയാം. അപ്പോൾ നയനയും പറയുന്നുണ്ട്, ശരിയാ, അങ്ങനെയും ഒരാളുണ്ടെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാനെൻ്റെ ജഗ്ദീപ് സിംഗ് ആയിട്ട് ഒന്നുകൂടി വിഷം കെട്ടി ചെല്ലാം. ആ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ കൂടി ഒരു പിൻബലം വച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലുള്ള ആളെ എനിക്ക് കൂടി കാണാൻ പറ്റുമല്ലോ എന്ന് പറയാണ്. ആ ശരിയെന്ന് നയനയും പറയാം. അങ്ങനെ നമ്മുടെ ആദർശും വേഷം മാറി ആ സിങ്കുകാരൻ്റെ വേഷത്തിൽ ചെന്ന് ഡേവിഡുമായിട്ട് സംസാരിക്കുകയും ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യാണ് കേട്ടോ. അങ്ങനെ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഡേവിഡ് മാളവികയോട് പറഞ്ഞതുപോലെ തന്നെ പറയാണ്, ഞാനല്ല ഇവിടുത്തെ അവസാന വാക്ക്, എനിക്ക് പുറകിൽ കുറച്ച് പേരൊക്കെ ഉണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഈ ജ്വല്ലറിയുടെ MD സാറ് ഇത്രയും വലിയൊരു ബിസിനസ് ഡീൽ നടത്താൻ പോകുന്നത് കൊണ്ട് സാറിനോട് ഈ സത്യങ്ങൾ പറഞ്ഞതാണെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയാം, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ MD എനിക്ക് കാണണമല്ലോ, വിശ്വാസ്യതയല്ലേ നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്ന് ചോദിക്കുമ്പം ഡേവിഡ് പറയുന്നുണ്ട്, ശരിയാണ് സാർ, ഇതിൻ്റെ യഥാർത്ഥ MDയെ സാറ് കാണേണ്ടതാണ്. അദ്ദേഹത്തോട് ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് സാറിനെ വിളിക്കാം. അപ്പോൾ ഹോട്ടൽ റൂമിലേക്ക് പോയി കണ്ട് നിങ്ങൾ നേരിട്ട് സംസാരിക്കണമെന്ന് പറയാം. അപ്പോൾ ആദർശിന് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. ഇതിൻ്റെ യഥാർത്ഥ MDയെ കണ്ടെത്താൻ പോവുകയാണല്ലോ, ജ്വല്ലറിയുടെ രഹസ്യങ്ങളിലേക്ക് അടുക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അതിനൊക്കെ ശേഷം ആദർശ് പോരുകയാണ്. അതേസമയം നമ്മുടെ മാളവികയ്ക്കാണെങ്കിൽ കളക്ഷൻസ് എല്ലാം റെഡിയാക്കിയിരിക്കുകയാണ് കേട്ടോ. കളക്ഷൻസിൻ്റെ എല്ലാം ഡിസൈൻസൊക്കെ നയന കൂടി ചേർന്ന് എല്ലാം റെഡിയാക്കി കൊടുത്ത് വിടുകയാണ്. അപ്പം മാളവിക പറയുന്നുണ്ട്, ഞാനിന്ന് ഹോട്ടൽ റൂമിലേക്ക് പോവാണ്. അവിടെ ചെന്ന് കഴിയുമ്പം കമ്പനിയുടെ MDയെയും ഡിസൈനറിനെയും ഒക്കെ കാണാം. അവരെയൊക്കെ പരിചയപ്പെടാനും ഈ ഡിസൈൻസൊക്കെ അവരെ കാണിക്കാനും അവരുടെ അഭിപ്രായം വാങ്ങാനും വേണ്ടിയിട്ടല്ലേ ഞാൻ പോകുന്നത്. പോകുമ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ വീഡിയോ ആയിട്ട് എല്ലാം പകർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കാം എന്ന് പറയുമ്പം ആദർശ് പറയാണ്, എല്ലാം ശ്രദ്ധിച്ചു വേണം മാളവിക, ഒരു അപകടവും ഉണ്ടാകാൻ പാടില്ല. ജ്വല്ലറിയിലുള്ളവർ അത്ര പാവങ്ങളൊന്നുമല്ല, നല്ലതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്നവർ തന്നെയാണ്. പിടിക്കപ്പെടാതിരിക്കാൻ മാളവിക ശ്രദ്ധിക്കണം എന്ന് പറയണം. മാളവിക പറയുക, അപ്പം ഇത്രയും നാളും എന്നെക്കുറിച്ച് ഒരു സംശയം അവർക്കുണ്ടായിട്ടില്ല, അതുകൊണ്ട് പിടിക്കപ്പെടാനൊന്നും പോകുന്നില്ല സാറെന്ന് പറയാം. അങ്ങനെ മാളവിക അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ ഹോട്ടൽ റൂമിലേക്ക്. ഡേവിഡും കൂടെയുണ്ട്. അപ്പോൾ ചെല്ലുമ്പം തന്നെ ഡോറിന് മുട്ടുമ്പം അവന്തികയാണ് വന്ന് വാതിൽ തുറക്കുന്നത്. അവന്തിക വാതിൽ തുറന്ന് അകത്തേക്ക് വിളിക്കുകയാണ് മാളവികയെ.
മാളവിക തൻ്റെ ഡിസൈനുകളെല്ലാം അവന്തികയും നാഗേന്ദ്രയും കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നാഗേന്ദ്ര സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്, ഞാനാണ് ഈ കമ്പനിയുടെ എല്ലാ MD. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പുറത്ത് വരാത്തത് എന്ന് പറയാണ് കേട്ടോ. അതിന് സമയമാകുമ്പം ഞാൻ എൻ്റെ ഫേസ് റിവീൽ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുക. എന്നിട്ട് ഈ ഡിസൈനുകളെല്ലാം നോക്കുക. അപ്പം നോക്കിക്കഴിയുമ്പം നമ്മുടെ അവന്തിക പറയുന്നുണ്ട്, ഇതൊക്കെ നല്ല അടിപൊളി ഡിസൈനുകളാണല്ലോ, നയന ചെയ്യുന്നത് പോലെ തന്നെയുണ്ട്. നയനയും ഇതുപോലുള്ള ഡിസൈനുകളാണ് അവളുടെ കളക്ഷൻസിൽ കൊണ്ടുവരുന്നത്. ഈ പ്രാവശ്യത്തെ വിഷു നമ്മൾ പൊളിക്കും. നമ്മളാണെങ്കിൽ എന്തായാലും ഇപ്രാവശ്യം മാളവിക കളക്ഷനിലൂടെ ഒരുപാട് പണം സമ്പാദിക്കും എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായങ്ങളൊക്കെ പറയാൻ കേട്ടോ. ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ മാളവിക എല്ലാം ഓക്കെ പറയാണ്. അതിൻ്റെ ഇടയ്ക്ക് മാളവിക ഇവരുടെ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ ആയിട്ട് മാളവിക അവിടെ നിന്ന് ഇറങ്ങാണ്. നേരെ നയനയുടെയും ആദർശിൻ്റെയും അടുത്തേക്ക് ചെല്ലുകയാണ്. മാളവിക ഭയങ്കര സന്തോഷത്തോടെ ചെന്നിട്ട് പറയാണ്, സാർ, ഈ എയിം ജുവലറിയുടെ യഥാർത്ഥ MDയെയും അതുപോലെ MDയുടെ മകളെയും ഞങ്ങൾ കണ്ടു. ആ വീഡിയോസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ആദർശ് ഞെട്ടിപ്പോവാണ്. ആദർശ് പറയാണ്, ഇതാണോ MD? അതെ, ഇതാണ് യഥാർത്ഥ MD എയിം ജുവലറിയുടെ. നാഗേന്ദ്ര എന്നോ മറ്റോ ആണ് പേര്. ഇത് അദ്ദേഹത്തിൻ്റെ മകളാണ് അവന്തിക. ഇവർ രണ്ടുപേരുമാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ മറഞ്ഞിരിക്കുന്നത്. അതിന് പിന്നിൽ എന്തോ കാര്യമുണ്ട്. അതുകൊണ്ടാണ് സാർ അവർ മറഞ്ഞിരിക്കുന്നത്. സമയമാകുമ്പോൾ അവർ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുമെന്നാണ് പറഞ്ഞതെന്ന് പറയാണ്. അങ്ങനെ ആദർശ് അത് കാണുമ്പോഴേ പറയാണ് നയനോട്, നയനെ ദേ ഇത് കണ്ടോ എന്ന് പറയുക. അപ്പോൾ നയനയും അതുപോലെ തന്നെ മാളവികയും ചോദിക്കുക, എന്താ ആദർശേട്ടൻ അറിയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നത്, അറിയാവോന്ന്, നീ ഈ ഫോട്ടോ നോക്കാൻ പറയുകയാണ്. അപ്പോൾ നയന പെട്ടെന്ന് നോക്കുമ്പോഴേക്കും നയനയ്ക്ക് നാഗേന്ദ്രയെ അറിയില്ല, അതേസമയം അവന്തികയെ മനസ്സിലാവുകയാണ്. അപ്പോൾ നയന പറയും, ഇത് അവന്തികയല്ലേ, കൂടെ നിൽക്കുന്ന ആരാണെന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയാണ്, ഇത് അവന്തികയും അവന്തികയുടെ അച്ഛൻ നാഗേന്ദ്രയാണ്. അപ്പോഴേക്കും ഉടനെ ചോദിക്കുകയാണ് നയന, നാഗേന്ദ്രയോ? അവന്തികയുടെ അച്ഛനോ? അതെ, അപ്പച്ചിയുടെ ഭർത്താവ്. അപ്പച്ചിയെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ, അനന്തപുരി തറവാട്ടിൽ നിന്ന് മുത്തശ്ശൻ പുറത്താക്കിയ നാഗേന്ദ്ര, അയാളാണിത്. അയാളുടെ മകളല്ലേ അവന്തിക. അവളപ്പോൾ നല്ല പിള്ള ചമഞ്ഞു നിന്നത് വെറുതെ ആയിരുന്നു എന്ന് ആദർശ് പറയാണ്. അപ്പം നയനയും പറയാമല്ലോ, അവൾ കൊള്ളാലോ, കുടുംബത്തിലെല്ലാവരുടെയും പ്രത്യേകിച്ച് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വരെ വിശ്വാസ്യത കവർന്നെടുത്തിട്ട് അവൾ വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്യുന്നോ? അവൾ അവളുടെ അച്ഛൻ്റെ കൂടെ കൂടി നമ്മുടെ കുടുംബത്തെ ചതിക്കുകയായിരുന്നോ എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, ഇപ്പം മനസ്സിലായി, മാളവികയോട് ഒരുപാട് നന്ദി പറയാണ് ഈ ഫോട്ടോയും വീഡിയോയും ഇവിടെ കൊണ്ടു തന്നതിന്. കാരണം ഈ ഞങ്ങളുടെ കുടുംബം തകർന്നു കാണാൻ ആഗ്രഹിക്കുന്നത് ഈ നാഗേന്ദ്രയാണ്. ചുമ്മാതല്ല ഇത്രയും വൈരാഗ്യം വെച്ച് പെരുമാറിയത്. ദുബായിലോട്ടോ മറ്റോ പോയ അയാൾ എങ്ങനെ ഇത്രയും പണം ഉണ്ടാക്കിയെന്നും എയിം ജ്വല്ലറി എന്ന് പറയുന്ന ഒരു ജ്വല്ലറി ഉണ്ടാക്കിയെന്നും ഒന്നും അറിയില്ല. അപ്പച്ചിയെ കാണാൻ പിന്നീട് അവിടെ എത്തിയിട്ടില്ല. അബിയെയും അവന്തികയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞു വന്ന അവന്തിക അവളുടെ അച്ഛൻ്റെ കൂടെ കൂടി. എങ്ങനെ ആ ഒരു വിത്ത് ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ. അവനീ പറഞ്ഞത് ശരി തന്നെയാണ്. ഈ അവന്തിക തന്നെയാണ് മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് വിവരങ്ങളെല്ലാം ചോർത്തി എയിം ജ്വല്ലറിക്ക് കൊടുത്തോണ്ടിരുന്നത്. അനിയെ നമ്മൾ തെറ്റിദ്ധരിച്ചു. അനി പറഞ്ഞാണ് സത്യം എന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല ആദർശേട്ടാ. അവന്തിക എല്ലാവരെയും ചതിക്കുന്ന വിവരം മുത്തശ്ശനെ അറിയിക്കണം, മുത്തശ്ശനെ നേരിട്ട് കാണിച്ചു കൊടുക്കണം എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇത് നമുക്ക് കാണിക്കാം, ഈ വീഡിയോ കാണിച്ച് മുത്തശ്ശനെ മനസ്സിലാക്കാമെന്ന് പറയാം. അപ്പോൾ നയന പറയും, ഇല്ല, മുത്തശ്ശനെ കൂട്ടി അവന്തികയും നാഗേന്ദ്രയും ഒന്നിച്ചുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് നേരിട്ട് കാണിക്കണം. ആദർശേട്ടനെ അതുപോലെ പഴി പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തതാണ് മുത്തശ്ശൻ. അതെൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അവന്തികയെ അതേസമയം ചേർത്ത് നിർത്തുകയായിരുന്നു ചെയ്തത് മുത്തശ്ശൻ. അവളുടെ കള്ളത്തരം എന്തായാലും മുത്തശ്ശൻ നേരിട്ട് കാണട്ടെ എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, ശരിയാണ്, ഞാൻ ആ ഹോട്ടൽ റൂമിൻ്റെ കാര്യമൊക്കെ ഡേവിഡിനോട് ചോദിക്കാം. ആ ജഗദീപ് സിംഗിൻ്റെ വേഷം കെട്ടി പോകാം എന്ന് പറയണം. അങ്ങനെ ആദർശ് ജഗദീപ് സിംഗിൻ്റെ വേഷമൊക്കെ കിട്ടി ഇറങ്ങി ഹോട്ടൽ റൂം എവിടെയാണെന്നൊക്കെ അറിയാണ് കേട്ടോ. അതിനുശേഷം നയനയോട് വിളിച്ച് പറയുന്നുണ്ട്, ഇന്ന ഹോട്ടലിൽ ഇന്ന റൂമിലാണ്, അങ്ങോട്ട് മുത്തശ്ശനുമായിട്ട് നീ എത്തണമെന്ന്. അങ്ങനെ തന്നെ ആദർശ് ആദ്യമേ ആ വേഷത്തിൽ ചെന്ന് സംസാരിക്കുകയാണ് നാഗേന്ദ്രയോടും അവന്തികയോടും. അവന്തികയ്ക്കും ആദർശിനെ മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോറിന് വന്ന് വീണ്ടും മുട്ടുന്നത്. നാഗേന്ദ്ര പോയി വാതിൽ തുറക്കുമ്പോൾ അത് മുത്തശ്ശനും അതുപോലെ തന്നെ നയനയും കൂടിയായിരുന്നു കേട്ടോ. നയനയും മുത്തശ്ശനെയും കാണുമ്പം നാഗേന്ദ്രയും അവന്തികയും ഞെട്ടിപ്പോവാണ്. ആദർശാണെങ്കിൽ ആദർശിൻ്റെ തലയിലെ തൊപ്പിയും വേഷവും എല്ലാം മാറ്റുകയാണ്. അപ്പം ശരിക്കും ട്രാപ്പിലായി പോവാണ്. പ്രത്യേകിച്ച് അവന്തികയെ മുത്തശ്ശൻ നല്ല പഞ്ഞിക്കിടുന്നുണ്ട്.
നയനെ പറഞ്ഞു കൊടുക്കുക, മുത്തശ്ശ ഇപ്പം കണ്ടോ മുത്തശ്ശൻ, ആദർശേട്ടനെ മുത്തശ്ശൻ ഒരുപാട് കുറ്റപ്പെടുത്തി. അതേസമയം നമ്മുടെ കൂടെ നിന്ന് ചതിച്ച് ആദർശേട്ടനെ ചതിച്ച് ദേ ഇവളാ ഈ അവന്തിക. ഇവളെക്കുറിച്ച് മുത്തശ്ശൻ അങ്ങനെ വിചാരിച്ചില്ലല്ലോ. അനി പറഞ്ഞപ്പോഴും മുത്തശ്ശൻ ഇവളെ വിശ്വസിക്കുകയല്ലേ ചെയ്തത്. ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശൻ പറയാണ്, നിർത്ത് എടി അവന്തികെ, നിന്നെ ഞാൻ വിശ്വസിച്ചു. നീ നിന്റെ അമ്മയും ഏട്ടനെ പോലെ ആയിരിക്കില്ല എന്ന് വിചാരിച്ചു. അവരെ നീ തള്ളിപ്പറഞ്ഞ് ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഇതിനായിരുന്നല്ലേ. എന്നോ നിന്നെ ഉപേക്ഷിച്ചു പോയ നിന്റെ അച്ഛൻ്റെ കൂടെ കൂടി നമ്മുടെ കുടുംബത്തെ തകർക്കാൻ, നിനക്ക് അന്നം തന്ന കുടുംബത്തെ, നിന്നെ വളർത്തി വലുതാക്കിയ കുടുംബത്തെ തകർക്കാൻ അല്ലേ എന്നൊക്കെ ചോദിച്ച് നല്ല കൊടുക്കുകയാണ് കേട്ടോ. നാഗേന്ദ്രയ്ക്കിട്ടും അതുപോലെ തന്നെ ആവന്തികയെ കിട്ടും മുത്തശ്ശൻ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്